ചോദ്യോത്തരങ്ങൾ നമുക്ക് ആരംഭിക്കാം. സ്വാധ്യായ പരിവാർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? എ. പാണ്ഡുരംഗ ശാസ്ത്രി അത്താവലെ. സ്വാധ്യായ പരിവാർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? എ. പാണ്ഡുരംഗ ശാസ്ത്രി അത്താവലെ. ഏറ്റവും കൂടുതൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഗോത്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ്റെ പേരെന്താണ്? കോവാക്സിൻ. അത് കൊറോണയ്ക്കെതിരെയുള്ള വാക്സിനാണ്. ദി കൈറ്റ് റണ്ണർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഖാലിദ് ഹുസൈനി. അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലീഷ് രചയിതാവാണ്. നഗരം ജാംഷഡ്പൂർ. ഭാരതീയ ജനസംഘം പാർട്ടിയുടെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജി. ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പല്ലിവർഗത്തിൻ്റെ പേരാണ് കൊമാഡോ ഡ്രാഗൺ. മിസ് വേൾഡ് പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് റീത്ത ഫാരിയ. ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അരുന്ധതി റോയ്, മലയാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പേരാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രത്തിൻ്റെ പേര് ഗോണ്ട് ഗോത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോത്രം. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജവഹർലാൽ നെഹ്റു. ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ഉപഗ്രഹത്തിൻ്റെ പേരാണ് ആര്യഭട്ട. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. ശിവാജി നടത്തിയ ആദ്യത്തെ യുദ്ധത്തിൻ്റെ പേരാണ് പ്രതാപ്ഗഡ് യുദ്ധം. ദി ഹിസ്റ്ററി ഓഫ് ദി ഡിക്ലൈൻ ആൻഡ് ഹാൾ ഓഫ് ദ റോമൻ എംപയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എഡ്വേർഡ് ഗിബ്ബൺ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. പല്ലവ രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് സിംഹവർമ്മൻ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപിൻ്റെ പേരാണ് ഗ്രീൻലാൻഡ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ആൻഡീസ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി അക്കോൺകാഗ്വ. കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് വെനീസ്. അതാണ് കിഴക്കിൻ്റെ വെനീസ്. ആലപ്പുഴ എന്നറിയപ്പെടുന്നത്. ആലപ്പുഴയിൽ കൂടുതലും കനാലുകളുള്ള കാരണമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയുടെ പേര് ഗോപി മരുഭൂമി. ഗ്രാൻഡ് കന്യേണിലൂടെ ഒഴുകുന്ന നദി കൊളറാഡോ നദി. ഗ്രാൻഡ് കന്യേൺ. ഹിമാലയൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഉദയ്പൂർ. ഓളിയം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഇങ്ക വെള്ളച്ചാട്ടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം വെള്ളത്തിൻ്റെ അളവനുസരിച്ച്. സിറ്റി ഓഫ് ഗോൾഡ് എന്നറിയപ്പെടുന്ന നഗരം ജോഹനാസ്ബർഗ്. ദി വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ആദം സ്മിത്ത്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. ഏറ്റവും കൂടുതൽ യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഹെലീന ബ്ലാവറ്റ്സ്കിയും ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടുമാണ്. സ്കാൻഡിനേവിയയിലെ ഏറ്റവും വലിയ നഗരത്തിൻ്റെ പേര് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ യൂറോപ്പിലുള്ളതാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സ്റ്റോക്ക്ഹോം. സ്പീഷീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചാൾസ് ഡാർവിൻ. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് സീൻ നദി. റോക്കി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് എൽബർട്ടാണ് റോക്കി പർവ്വതനിരയിലെ ഏറ്റവും വലിയ പർവ്വതം. വെളിച്ചത്തിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരം പാരീസ്. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.